10ാം ക്ലാസ്സിലെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഫസ്റ്റ് ചാപ്റ്ററായ മാനവികതയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കൊളാസ്റ്റിസത്തിൽ നിന്നുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് ആ ചാപ്റ്ററിലെ ബാക്കി പോർഷൻസ് നോക്കാം. ഡിവൈൻ കോമഡിയുടെ രചയിതാവ് ദാന്തെ. നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കവിതയുടെ പ്രമേയം. അപ്പോൾ ഡിവൈൻ കോമഡി എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ദാന്തെയാണ്. നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഡിവൈൻ കോമഡിയുടെ പ്രമേയം. ലോറയ്ക്കെഴുതിയ പ്രണയഗീതങ്ങൾ രചിച്ചത് പെട്രാർക്ക്. പെട്രാർക്കാണ് ലോറയ്ക്കെഴുതിയ പ്രണയഗീതങ്ങൾ രചിച്ചത്. ഡെക്കാമറൺ എന്ന കൃതിയുടെ രചയിതാവ് ബൊക്കാച്ചിയോ ആണ്. ബൊക്കാച്ചിയോയുടെ കൃതിയാണ് ഡെക്കാമറൺ. ദി പ്രിൻസ് എന്ന കൃതിയിൽ നിക്കോളോ മാക്കിവെല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ദി പ്രിൻസ് എന്ന കൃതി ആരുടെയാണ്? നിക്കോളോ മാക്കിവെല്ലിയുടെ കൃതിയാണ് ദി പ്രിൻസ്. മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഇറ്റലിയിലെ ഒരു വനിതയാണ് കസാൻദ്ര ഫെഡലെ. കസാൻദ്ര ഫെഡലെ മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഇറ്റലിയിലെ ഒരു വനിതയാണ്. സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കസാൻദ്ര ഫെഡലെ പ്രസംഗിച്ചു. നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യങ്ങളും അവയുടെ കർത്താക്കളെയും കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഡിവൈൻ കോമഡിയുടെ രചയിതാവ് ദാന്തെ, ലോറയ്ക്കെഴുതിയ പ്രണയഗീതങ്ങൾ രചിച്ചത് പെട്രാർക്ക്, ഡെക്കാമറൺ എന്ന കൃതിയുടെ രചയിതാവ് ബൊക്കാച്ചിയോ, ദി പ്രിൻസ് എന്ന കൃതി രചിച്ചത് നിക്കോളോ മാക്കിവെല്ലി. മറ്റു രാജ്യങ്ങളിലേക്ക് ഇറ്റലിയിൽ നിന്ന് പിന്നീട് നവോത്ഥാനം വ്യാപിച്ചു. മറ്റു രാജ്യങ്ങളിലെ പ്രധാന രചനകളും സാഹിത്യകാരന്മാരും ആരൊക്കെയാണെന്ന് നോക്കാം. ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി, നെതർലൻഡ്. അപ്പോൾ ഇറാസ്മസ് രചിച്ചതാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അദ്ദേഹം നെതർലൻഡുകാരനാണ്. ജെഫ്രി ചോസർ, അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കാൻറ്റർബറി കഥകൾ. കാൻറ്റർബറി കഥകൾ രചിച്ചത് ആരാണ്? ജെഫ്രി ചോസർ. തോമസ് മൂറിൻ്റെ കൃതിയാണ് ഉട്ടോപ്യ. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. മിഗ്വേൽ ഡെ സെർവാന്തെ, ഡോൺ കിസോട്ട്, സ്പെയിൻകാരനായ സെർവാന്തെ രചിച്ചതാണ് ഡോൺ കിസോട്ട്. ഫ്രാൻസോ റാബലെ, ഗാർഗൻറ്റുവയും പാൻറ്റഗ്രൂലും എന്ന കൃതി രചിച്ചത് ഫ്രാൻസോ റാബലെ. അദ്ദേഹം ഫ്രാൻസുകാരനാണ്. ഫ്രാൻസോ റാബലെ രചിച്ചതാണ് ഗാർഗൻറ്റുവയും പാൻറ്റഗ്രൂലും. ഇൻ പ്രൈസ് ഓഫ് ഫോളി രചിച്ചത് ഇറാസ്മസ്, കാൻറ്റർബറി കഥകൾ ജെഫ്രി ചോസർ, ഉട്ടോപ്യ തോമസ് മൂർ, സെർവാന്തെയുടെയാണ് ഡോൺ കിസോട്ട്, ഗാർഗൻറ്റുവയും പാൻറ്റഗ്രൂലും രചിച്ചത് ഫ്രാൻസോ റാബലെ. ഇറാസ്മസ് നെതർലൻഡുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ജെഫ്രി ചോസർ ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കാൻറ്റർബറി കഥകൾ. തോമസ് മൂർ ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഉട്ടോപ്യ. മിഗ്വേൽ ഡെ സെർവാന്തെ, അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഡോൺ കിസോട്ട്. അദ്ദേഹം സ്പെയിൻകാരനാണ്. ഫ്രാൻസുകാരനായ ഫ്രാൻസോ റാബലെയുടെ കൃതിയാണ് ഗാർഗൻറ്റുവയും പാൻറ്റഗ്രൂലും. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജൊഹാനസ് ഗുട്ടൻബർഗ്. 15th സെഞ്ച്വറി, 15ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജൊഹാനസ് ഗുട്ടൻബർഗ്. സി 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ നമ്മൾ പ്രാചീന കാലമെന്നും, സി 15ാം നൂറ്റാണ്ട് വരെ 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ മധ്യകാലമെന്നും, 15ാം നൂറ്റാണ്ടിന് ശേഷം ആധുനിക കാലമെന്നുമാണ് പറയുന്നത്. ഈ ലോക ചരിത്രത്തെ ഇങ്ങനെ വിഭജിച്ചത് ഇറ്റാലിയൻ ചരിത്രകാരനായ ഫ്ലാവിയോ ബിയാൻഡോ
ലിയനാർഡോ ബ്രൂണി എന്നിവരാണ്. അപ്പോൾ പ്രാചീന കാലം 5-ാം നൂറ്റാണ്ട് വരെയും 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ മധ്യകാലവും 15-ാം നൂറ്റാണ്ടിന് ശേഷം ആധുനിക കാലവുമാണ്. ലോക ചരിത്രത്തെ ഇങ്ങനെ വിഭജിച്ചത് ഇറ്റാലിയൻ ചരിത്രകാരന്മാരായ ഫ്ലാവിയോ ബിയാൻഡോ, ലിയനാർഡോ ബ്രൂണി എന്നിവരാണ്. രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരന്മാർ ദിനവൃത്താന്തങ്ങൾ എന്നാണ് വിളിച്ചത്. രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ വിളിച്ചത് ആധുനിക ചരിത്രകാരന്മാർ എന്താണ് വിളിച്ചത്? ദിനവൃത്താന്തങ്ങൾ. ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം രചിച്ചത് ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെക്റ്റ് ആണ് ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം രചിച്ചത്. ഗലീലിയോയുടെ ജീവിതം എന്ന നാടകം രചിച്ചത് ആരാണ്? ബെർത്തോൾഡ് ബ്രെക്റ്റ്. 1609 ശാസ്ത്രത്തിൻ്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു. പാദുവ നഗരത്തിലെ തൻ്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗലീലിയോ ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിലെ വരികളാണിത്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞത് ആരാണ്? ടോളമി. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞത് ടോളമിയാണ്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് പോളണ്ടുകാരനായ കോപ്പർനിക്കസ് ആണ്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് പോളണ്ടുകാരനായ കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസിൻ്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജൊഹന്നാസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു. അപ്പോൾ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തങ്ങളെ, വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ പിന്താങ്ങിയവരാരൊക്കെയാണ്? ഗലീലിയോ ഗലീലി, ജൊഹന്നാസ് കെപ്ലർ. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നെന്ന് കണ്ടെത്തിയത് ജൊഹന്നാസ് കെപ്ലറാണ്. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നെന്ന് കണ്ടെത്തിയത് ജൊഹന്നാസ് കെപ്ലറാണ്. 17-ാം നൂറ്റാണ്ടിൽ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളും ശനിയുടെ വലയങ്ങളും കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ചവരാണ് സ്വിറ്റ്സർലൻഡുകാരനായ പാരസെൽസസ്. രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ച് പ്രതിവിധി കണ്ടെത്താൻ ശ്രമിച്ചു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിച്ച് ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിച്ചു. അപ്പോൾ അക്കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ച ശാസ്ത്രജ്ഞരാണ് സ്വിറ്റ്സർലൻഡുകാരനായ പാരസെൽസസും ആൻഡ്രിയസ് വെസാലിയസും. പാരസെൽസ് എന്താണ് കണ്ടുപിടിച്ചത്? രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ച് പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിച്ചയാളാണ് പാരസെൽസ്. മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിച്ച് ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിച്ചത് ആൻഡ്രിയസ് വെസാലിയസ് ആണ്. നവോത്ഥാന കാലഘട്ടത്തിലെ മാനവികതാവാദികളാണ് ഇറാസ്മസ്, ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവോനറോള എന്നിവർ. ആരൊക്കെയാണ് നവോത്ഥാന കാലഘട്ടത്തിലെ മാനവികതാവാദികളാണ്? ഇറാസ്മസ്, ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവോനറോള. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയ്ക്ക് ജർമ്മനിയിലെത്തിയ സന്യാസിയാണ് ജൊഹാൻ ടെറ്റ്സൽ. ഡൊമിനിക്കൻ സന്യാസിയായ ജൊഹാൻ ടെറ്റ്സൽ. അപ്പോൾ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയ്ക്കായി ജർമ്മനിയിലെത്തിയ സന്യാസിയാണ് ജൊഹാൻ ടെറ്റ്സൽ. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റർബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ 1517 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ച പുരോഹിതനാണ് മാർട്ടിൻ ലൂതർ. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റർബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ 1517 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ച പുരോഹിതനാണ് മാർട്ടിൻ ലൂതർ. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു.
സ്വിറ്റ്സർലൻഡിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് ഉൾറിച്ച് സിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരാണ്. സ്വിറ്റ്സർലൻഡിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയവരാണ് ഉൾറിച്ച് സിംഗ്ലി, ജോൺ കാൽവിൻ. ഇംഗ്ലണ്ടിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് രാജാവായ ഹെൻറി എട്ടാമനാണ്. ഇംഗ്ലണ്ടിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് രാജാവായ ഹെൻറി എട്ടാമൻ. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് അറിയപ്പെട്ടത് ദേശീയ സഭ എന്നാണ്. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ അറിയപ്പെട്ടത് ദേശീയ സഭ എന്നാണ്. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അറിയപ്പെടുന്നത് പ്രതിമത നവീകരണം. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അറിയപ്പെടുന്നത് പ്രതിമത നവീകരണം. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയാണ് ഇൻഡെക്സ്. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതിയാണ് ഇൻക്വിസിഷൻ. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയാണ് ഇൻഡെക്സ്. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതിയാണ് ഇൻക്വിസിഷൻ. പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭ സ്ഥാപിച്ചത് സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലയോളയാണ്. ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച സഭയാണ് സൊസൈറ്റി ഓഫ് ജീസസ്. പ്രതിമത നവീകരണം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കത്തോലിക്ക മതനവീകരണം. പ്രതിമത നവീകരണം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കത്തോലിക്ക മതനവീകരണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 10ാം ക്ലാസ്സിലെ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ മാനവികത എന്ന പാഠഭാഗത്ത് ഉള്ളത്.